ഹായ്, ഗുഡ് മോർണിംഗ്. ഇവിടെ കൊടകിൽ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. രാവിലെ എണീച്ചപ്പോഴത്തേക്കും ഇവർ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നല്ല ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവർ ചൂടുവെള്ളം ആക്കുന്ന ഒരു സംവിധാനം ഇതിലൂടെയാണ്. ഞങ്ങൾ ഫ്രഷായി വരുമ്പോഴത്തേക്കും ഇവർ കോഫിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. കോഫിയൊക്കെ കുടിച്ച് നമ്മുടെ സൈറ്റിലോട്ടൊന്ന് പോയി. ഇതാണ് സൈറ്റ്. ഇവരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ തൊട്ട് ബാക്ക് തന്നെയാണ്. ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈറ്റിൽ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം തരുണിൻ്റെയും അച്ഛൻ്റെയും കൂടെ ഇവരുടെ തോട്ടമൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങി. ഏകദേശം 2 ഏക്കറിലോളം പരന്നു കിടക്കുന്ന ഒരു വിശാലമായ കൃഷിസ്ഥലമാണിത്. ഒത്ത നടുക്കായിട്ട് വലിയൊരു കുളവുണ്ട്. ഈ കുളത്തിൽ നിന്നാണ് ഇതൊക്കെ നനയ്ക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കാറ്. ഇവരുടെ ഓരോ കൃഷിനെ കുറിച്ചിട്ടും വ്യക്തമായി ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. ഈ കാണുന്ന കിടങ്ങിന് അപ്പുറത്തോട്ട് ഫോറസ്റ്റ് ആണ്, അതിനിപ്പുറത്തോട്ട് വരുന്ന സ്ഥലമാണ് ഇവരുടെ. ഇവിടെ ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് പാം ട്രീ, കുരുമുളക്, കാപ്പി, അടക്ക എന്നിങ്ങനെയൊക്കെയാണ്. അതുകൂടാതെ സപ്പോട്ട, മാങ്ങ, ചക്ക, അങ്ങനെ ഒരുപാട് മറ്റു കൃഷികളും ഇവർ ചെയ്യുന്നുണ്ട്. ഈ 2 ഏക്കറും പരമാവധി അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കന്നുകാലികളുണ്ട്. അതിനെ മേയാനുള്ള സ്ഥലവും ഇതിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഇവരുടെ വീടും പരിസരവും ഇവരുടെ കൃഷിയിടങ്ങളും മൊത്തമായിട്ട് നമ്മൾ കാണിച്ചു തന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് യാത്ര പറഞ്ഞ് തിരിച്ചിറങ്ങാൻ നേരത്ത് അവരെന്നെ തയ്യാറാക്കിയ കോഫി പൗഡറും അതേപോലെ തന്നെ അവരുടെ കൃഷിയെടുത്തുണ്ടാക്കിയ സപ്പോർട്ടയും മറ്റും നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നു. അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് തിരിച്ച സമയത്ത് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം ഹലുവ നമ്മൾ കയ്യിൽ കരുതിയിരുന്നു. അത് അവർക്കും കൊടുത്ത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. തിരിച്ച് വയനാട്ടിലോട്ട് എത്തുമ്പോഴേക്കും ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ ഇന്ന് വയനാട്ടിൽ തന്നെ സ്റ്റേ ചെയ്തു.